പോസ്റ്റൽ വോട്ട് പ്രതിസന്ധിയിൽ എന്താണ് സംഭവിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആരാഞ്ഞ് ഹൈക്കോടതി. കമ്മീഷന് വേണ്ടി സേവനം ചെയ്ത 20,000 ജീവനക്കാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ പോയത് ഗൗരവതരമെന്നും കോടതി. കണക്ക് ബോധ്യപ്പെടുത്തണമെന്നും കമ്മീഷന് നിർദ്ദേശം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഹൈക്കോടതി നിർദ്ദേശം വന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി തന്നെ പോസ്റ്റ് ബാലറ്റ് സൗകര്യം ഒരുക്കണം, സുഗമമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ പോസ്റ്റൽ വോട്ട് പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി ആരാഞ്ഞിരിക്കുന്നത്? അതെ രോഹിണി, അതായത് പോളിംഗ് ചുമതലയിൽ ഉണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥർക്കും പോസ്റ്റൽ ബാലറ്റ് ലഭിച്ചിരുന്നില്ല. അവർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ നിരവധി ഹർജികൾ വന്നു. ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിലാണ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ആരാണ് നൽകേണ്ടത്, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദ്യം ഉന്നയിച്ചത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയിട്ട് സേവനം ചെയ്ത ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ 20,000 ജീവനക്കാർക്കും പോസ്റ്റൽ വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത് ഈ ഒരു പ്രതിസന്ധി അത് ഗൗരവകരമായിട്ടാണ് കാണുന്നതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കമ്മീഷന്റെ നിലപാട് നിർഭാഗ്യകരമെന്നുള്ള വിമർശനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകേണ്ട ചുമതലയും ഉത്തരവാദിത്വവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഇത്തരമൊരു പ്രതിസന്ധി ഉയർന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും കമ്മീഷൻ സ്വീകരിക്കേണ്ടതാണ്. ഈ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ പോസ്റ്റൽ ബാലറ്റ് നൽകാനായിട്ടുള്ള അവസരം ചട്ടത്തിൽ പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 20,000 പേരുടെ വോട്ടവകാശത്തിൽ സമൂഹത്തിന്റെ താല്പര്യം നിക്ഷിപ്തമാണെന്നാണ് ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എത്ര പേരാണ് നിലവിൽ എത്ര പേർക്കാണ് പോസ്റ്റൽ ബാലറ്റ് ലഭിക്കാതിരുന്നത്, ഈ കണക്ക് സംബന്ധിച്ചുള്ള കാര്യത്തിൽ മറുപടി നൽകാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സാധ്യമായതെല്ലാം ചെയ്തുവെന്നുള്ള ഒരു നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അത് മാത്രമല്ല, നേരത്തെ ഈ പോസ്റ്റൽ ബാലറ്റിന് വേണ്ടിയിട്ട് ഫെസിലിറ്റേഷൻ സെന്റർ അടക്കം ഒരുക്കിയിരുന്നു. അതിൽ ഈ പറയുന്ന ഹർജിക്കാരിൽ പലരും കൃത്യമായിട്ട് ഫോം പൂരിപ്പിച്ച് നൽകിയിരുന്നില്ല. ഫോം പൂരിപ്പിച്ച് നൽകിയ ആളുകൾക്ക് പോസ്റ്റൽ ബാലറ്റ് നൽകിയിരുന്നു. പക്ഷേ ഈ പോസ്റ്റൽ ബാലറ്റ് അത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അത് കൃത്യമായി ഫെസിലിറ്റേഷൻ സെന്ററിൽ എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതുൾപ്പെടെയുള്ള വിശദീകരണമായിരുന്നു നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷെ അതൊന്നും തന്നെ ഹൈക്കോടതി തൃപ്തികരമായിട്ട് എടുത്തില്ല. പകരം എത്ര പേർക്കാണ് നിലവിൽ പോസ്റ്റൽ ബാലറ്റ് അല്ലെങ്കിൽ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ സാധിക്കാതിരുന്നത്, ഇതുൾപ്പെടെയുള്ള വിശദമായിട്ടുള്ള കണക്ക് സമർപ്പിക്കാനായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.